എറണാകുളം താന്തോണി തുരുത്തിന് ചുറ്റും ബണ്ട് നിർമ്മിക്കുമെന്ന വാഗ്ദാനം വെറും വാക്കായി തുടരുന്നു. ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രത്യക്ഷ സമരത്തിനെത്തിയ തുരുത്ത് നിവാസികളോടായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ വാഗ്ദാന ലംഘനങ്ങൾ പതിവാകുന്നതിൽ സമരം ശക്തമാക്കാനാണ് തുരുത്ത് നിവാസികളുടെ തീരുമാനം. ഏതു നിമിഷവും വെള്ളത്താൽ മുങ്ങുമെന്ന ഭീതിയിൽ 60ഓളം കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. നിവേദനങ്ങൾ നൽകി മടുത്ത ഇവിടുത്തുകാർ കഴിഞ്ഞ മാസം 20-ാം തീയതി ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് മുന്നിൽ പ്രത്യക്ഷ സമരവുമായി എത്തി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളും CRZ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ഒരാഴ്ചക്കുള്ളിൽ ബണ്ട് നിർമ്മാണം തുടങ്ങുമെന്ന ഉറപ്പും നൽകി. എന്നാൽ ബണ്ട് നിർമ്മാണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. CRZ ക്ലിയറൻസ് കിട്ടാതാണ് ഇപ്പോഴും അവർ പറയുന്ന തടസ്സങ്ങൾ. അപ്പോൾ ഈ വീടുകളെല്ലാം പൊക്കിക്കൂടെ എന്ന് അവർ ചോദിച്ചെന്നൊക്കെയാണ് ഞങ്ങൾ ഓരോ ഓഫീസിൽ നിന്ന് ഇങ്ങനെ അറിയണത്. അതൊന്നും പ്രായോഗികമല്ലല്ലോ. ഗവൺമെൻറ്റിന് ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതൊന്നും തന്നെ അവിടെ ചെയ്യുന്നില്ല. ഇന്ന് ജില്ലാ കളക്ടറുമായി വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട്. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം. വയനാട് ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ, ഒരുപാട് വൻ ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതേപോലെ ഒരു രാത്രിയായിരിക്കും കുറേ അവിടെ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾ, കുഞ്ഞുകുട്ടി, പ്രായമായ ആളുകൾ പെട്ടെന്നൊരു വെള്ളം പൊന്തി ഒഴുകി പോണ ഒരു മുങ്ങിച്ചാണ ഒരു സിറ്റുവേഷൻ വരുന്നത്. ജില്ലാ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഞാനീ പറയുന്നത്. ഇനിയൊരു ആളപായം ഉണ്ടായാൽ ഈ സർക്കാരിന് ഉത്തരവാദിത്വം ഒന്ന് തീർത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പോന്നേക്കണം. അതുകൊണ്ട് അവിടെ ഒരു ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ഈ പാസ്സായേക്കണ ബണ്ട് പണി തുടങ്ങണം. തുരുത്തിന് ചുറ്റും 5 മീറ്റർ വീതിയിൽ ബണ്ട് നിർമ്മിക്കണമെന്ന ആവശ്യം 20 വർഷമായി താന്തോണി തുരുത്തുകാർ ഉന്നയിക്കുന്നുണ്ട്. തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി ലഭിക്കാൻ വൈകുന്നതാണ് നിർമ്മാണം തുടങ്ങുന്നതിലെ സാങ്കേതിക തടസ്സം. ന്യൂസ് മലയാളം, കൊച്ചി.